നമ്മൾ നേരത്തെ പറയുകയായിരുന്നു ബോഡി ഹീറ്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ. അതായത് 3 സ്പോട്ടുകളിൽ ആദ്യ സ്പോട്ടിൽ നടത്തിയ പരിശോധനയിൽ ബോഡി ഹീറ്റ്, മനുഷ്യ സാന്നിധ്യം, ശരീര സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇപ്പോൾ രണ്ടാമത്തെ സ്പോട്ടിൽ ഈ ക്യാബിൻ ഉണ്ടാകുമോ, ലോറിയുടെ ക്യാബിൻ ഉണ്ടാകുമോ എന്നത് തന്നെയാണ് സംശയം. അവിടുത്തെ പരിശോധന ഏറെ പ്രതീക്ഷ നൽകുന്നതുമാണ്. ഈ ഡ്രോൺ ഉപയോഗിച്ച് രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്ലാൻ ബി ആയി നടത്തുന്ന പരിശോധന, അതായത് രാത്രിയിൽ നടത്തുന്ന പരിശോധന എത്രത്തോളം നിർണായകമാണ്. ഇപ്പോൾ മഴയും കാറ്റുമുണ്ടെങ്കിലും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ശിരൂരിലെ കാലാവസ്ഥ നമുക്കറിയാം ഒറ്റപ്പെട്ട മഴയാണ്. പെട്ടെന്ന് തന്നെ മഴ തോരുന്നുമുണ്ട്. അതൊരു പ്രതീക്ഷയാണല്ലേ? കാരണം ഏതു നിമിഷവും ഇനി ഡ്രോൺ പരിശോധന വീണ്ടും തുടങ്ങും. രാത്രിയിൽ വീണ്ടും പരിശോധന നടത്തും. ഈ താപനില തണുത്ത അവസ്ഥയിലുള്ള പരിശോധന, അതിൽ നിന്നും ലഭിക്കുന്ന സിഗ്നലുകൾ എത്രത്തോളം നിർണായകമാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. തീർച്ചയായും അത് അതീവ നിർണായകമാണ്. കാരണം ഇപ്പോൾ തന്നെ താപനിലയിൽ ഗണ്യമായ കുറവുണ്ട്. കാരണം മഴ ആ തരത്തിലാണ് കനത്ത് പെയ്തിരിക്കുന്നത്. കാറ്റിൻ്റെ ഗതി എന്ന് പറയുന്നതും വളരെ ശക്തമായ രീതിയിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുമ്പോൾ കൃത്യമായി വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വിവരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ സാധ്യതയെ മുൻനിർത്തിയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദൗത്യം എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കും. വാഹനത്തിൻ്റെ ക്യാബിൻ കണ്ടെത്തുക അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പാർട്ടുകൾ കണ്ടെത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം. കാരണം അത്തരത്തിൽ നമ്മൾ അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ മിഷൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. വാഹനം കണ്ടെത്തുക എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആ അർജുനിലേക്ക് എത്തിച്ചേരാൻ ഉതകുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്താൻ കഴിയുമോ എന്നുള്ളതായിരിക്കും ഈ ഡ്രോൺ ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ഉപയോഗം വഴിയും ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രിയും അത്തരത്തിൽ തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ദ്രബാലനും സംഘവും എത്തുന്നത്. അങ്ങനെ ഇന്ന് തന്നെ അത്തരത്തിൽ ഒരു സാന്നിധ്യം സ്ഥിരീകരിക്കുകയാണെങ്കിൽ, ആ സാന്നിധ്യം സ്ഥിരീകരിക്കണമെങ്കിൽ ശരീരത്തിൽ ഊഷ്മാവ് ഉണ്ടാകണം, താപനില ആ നിലയിൽ ഉണ്ടാകണം. അങ്ങനെ അത് സ്ഥിരീകരിക്കപ്പെടുകയാണ് എങ്കിൽ സ്വാഭാവികമായും പിന്നീട് ഒന്നും ചിന്തിക്കാനില്ല. ആ ക്യാബിനിലേക്ക് അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ഏത് ഭാഗത്താണോ അത്തരത്തിൽ അർജുൻ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഉള്ളത് ആ മേഖലയിലേക്ക് ഡൈവേഴ്സിനെ ഉപയോഗിച്ച് അത് ഏത് തരത്തിലുള്ള പ്ലാൻ ആണെങ്കിലും അത് ആ മേഖലയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അവിടേക്ക് എത്തുക എന്നുള്ളതാണ്. അർജുനെ തിരികെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ദൗത്യ സംഘത്തിന് മുന്നിലുണ്ടാകുന്ന കാര്യം. ആ സമയത്തേക്ക് മറ്റു തരത്തിൽ പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിൽ പോലും അതിന് വേറൊരു തരത്തിൽ മറ്റൊരു പ്ലാൻ ഉണ്ടാക്കി ആ മേഖലയിലേക്ക് കുതിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ലക്ഷ്യം. ആ നിലയിലേക്ക് തന്നെ പോകുമോ എന്നുള്ളത് ചോദിച്ചാൽ ഇന്ന് 10ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിൻ്റെയൊക്കെ സാധ്യത എത്രത്തോളമാണ് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ആ സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ള ചോദ്യത്തിലൊക്കെ അവിടെ അവശേഷിക്കുന്ന നമുക്ക് ഒട്ടും സമയം പാഴാക്കാനില്ല. എല്ലാ സാധ്യതകളും പരിശോധിക്കുക എന്നത് തന്നെയാണ് ദൗത്യ സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് ഇപ്പോഴും നദിയിൽ തുടരുകയാണോ? ഒരു ടീം അവിടെ ഡിങ്കി ബോട്ടിൽ തുടരുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? അവർ മടങ്ങിയിട്ടുണ്ടോ? ഇന്നിനിയിപ്പോൾ എന്തായാലും മഴ പെയ്തു, അടിയൊഴുക്ക് അല്ലെങ്കിൽ തന്നെ അടിയൊഴുക്ക് ശക്തമാണ്. മഴ പെയ്തതോടുകൂടി അതിപ്പോൾ ഉയർന്നിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ആ ദൗത്യ സംഘത്തിലെ ബാക്കിയുള്ള നാവികരും അല്പസമയത്തിനകം തന്നെ കരയിലേക്ക് മടങ്ങുമെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ? അങ്ങനെയെങ്കിൽ ഈ രാത്രി നടത്തുന്ന ഡ്രോൺ പരിശോധനയിൽ ലഭിക്കുന്ന സിഗ്നലുകൾ അല്ലെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വെച്ചുകൊണ്ട് ആ സ്പോട്ട് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഡൈവിംഗ് നടത്താനുള്ളൊരു ശ്രമമായിരിക്കും നാളെ ഉണ്ടാവുക അല്ലേ? രാത്രിയിൽ ദൗത്യം എന്ന് പറയുന്നത് ഈ പരിശോധനയിൽ മാത്രമായി ചുരുങ്ങും. തിരച്ചിൽ നാളെ രാവിലത്തേക്ക് മാറ്റും. അങ്ങനെ തന്നെ ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. കാരണം നേരത്തെ വിനീത പറഞ്ഞതുപോലെ തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടൊരു പരിശോധന നടത്തിയിട്ട് ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാനാവുകയാണ് എങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്ലാനുകളെല്ലാം മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു മനുഷ്യജീവനാണ്, അത് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടാകൂ. അവിടെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഉതകുന്ന തരത്തിലേക്ക് നീക്കങ്ങൾ നേവിയുടെ ഭാഗത്തു നിന്ന്, ആർമിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. നേരെ മറിച്ചാണ് സ്ഥിതിവിശേഷമെങ്കിൽ നിലവിൽ കിട്ടുന്ന സിഗ്നലുകൾ പ്രകാരം മനുഷ്യ സാന്നിധ്യം ഇല്ല എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ കൃത്യമായി നാളെ രാവിലെ മുതലായിരിക്കും തെരച്ചിൽ പുനരാരംഭിക്കുക എന്ന് പറയേണ്ടി വരും. കാരണം ഇന്ന് അത്രത്തോളം കലുഷിതമായ രീതിയിലാണ് ഗംഗാവലി നദി ഉള്ളത്. ഏതാണ്ട് 300 മുതൽ 500 വരെ മീറ്റർ വീതിയും 25 അടിയോളം താഴ്ചയുമുള്ള ആ നദിയുടെ ഒഴുക്ക് ഈ ഒരു മണ്ണിടിച്ചിലിനെ തുടർന്ന് തന്നെ ഗതി മാറിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയ കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒപ്പം തന്നെ നദിയുടെ മധ്യഭാഗത്തായിട്ട് 3ഓളം മൺതിട്ടകൾ രൂപപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഇരുവശത്തുകൂടി കുത്തി ഒഴുകുന്ന തരത്തിലാണ് ഇപ്പോൾ ഗംഗാവലിയുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കൃത്യമായി ഡിങ്കി ബോട്ട് ഉറപ്പിച്ചു നിർത്തി ഈ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന 3 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിവിശേഷം പോലും നേവി സംഘത്തെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം സങ്കീർണമായി ഇപ്പോഴും ഈ ദൗത്യം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ പല വിധത്തിൽ ബൂം എക്സ്കവേറ്റേഴ്സ് വരെ ഈ മേഖലയിലേക്ക് എത്തിച്ചു. ആദ്യഘട്ടത്തിൽ ഒരു എക്സ്കവേറ്റർ എത്തിച്ചു, പിന്നീട് രണ്ടാമത്തെ
എക്സ്കവേറ്റർ, അതായത് 60 അടിയോളം ദൂരത്തിലേക്ക് ഭൂമി കൊടുത്തുകൊണ്ട് അതിൻ്റെ ബക്കറ്റിലേക്ക് മണ്ണ് നീക്കിയിടാൻ കഴിയുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളുള്ള സംവിധാനങ്ങൾ ഒക്കെ ഈ മേഖലയിലേക്ക് എത്തിച്ചു. അതിനൂതന സാങ്കേതിക വിദ്യ പ്രകാരം ചിത്രങ്ങൾ പകർത്തിയെടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിച്ചു. അങ്ങനെ സമസ്ത മേഖലകളിലും യന്ത്രവിന്യാസങ്ങൾ കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ പക്ഷേ വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ആ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ആ സാന്നിധ്യം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ അത് തന്നെയാണ് പ്രധാനം. ദീപക്, ഒരു സംശയം ഇതാണ്, നമുക്ക് ഈ അടിയൊഴുക്ക് നിയന്ത്രിക്കുക എന്നത് എത്രത്തോളം പോസിബിൾ ആണ്? രാവിലെ ഡിഫൻസ് PRO പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്നത് ഈ പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നലെ ഒരു എക്സ്കവേറ്റർ എത്തിച്ചു മണ്ണ് മാറ്റുന്നുണ്ടായിരുന്നു, ഇന്നിപ്പോൾ ഒരെണ്ണം കൂടി എത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര ബൂം എക്സ്കവേറ്ററുകൾ എത്തിക്കേണ്ടി വരും എന്നൊരു ചോദ്യവും ബാക്കിയാണ്. അതിൻ്റെ ഒരു സാധ്യത പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഈ ചെക്ക് ഡാം കെട്ടിക്കൊണ്ട് ഒരു തടയണ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കെട്ടിക്കൊണ്ട് പുഴയിലെ അടിയൊഴുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടത്തണമെന്നൊരു സജഷൻ, ഒരു നിർദ്ദേശം നാവികസേനയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തിരുന്നല്ലോ. ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ ബ്രീഫിംഗ് വൈകുകയാണെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് അത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അവരിൽ നിന്നാകും ചിലപ്പോൾ ലഭ്യമാകുക. ഏതായാലും നേവിയുടെ ഒരു സംഘം, ഒരു ടീം ഇപ്പോഴും ഡിങ്കി ബോട്ടിൽ അവിടെ പുഴയിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ദീപക്, ഞാൻ ചോദിച്ചു വന്നത്, കൂടുതൽ എക്സ്കവേറ്ററുകൾ എത്തിച്ചാൽ ഒരുപക്ഷേ ഈ മണ്ണ് നീക്കം കുറച്ചുകൂടി വേഗത്തിലാക്കിയാൽ ഈ പുഴയുടെ അടിയൊഴുക്ക് നിയന്ത്രിക്കുന്നതിന് സാധ്യമാണോ, അതോ ഈ ചെക്ക് ഡാം നിർമ്മിക്കുക എന്നത് മാത്രമാണോ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്? കാരണം നാളെ ഇപ്പോൾ ഈ അടിയൊഴുക്ക് വീണ്ടും ശക്തമാവുകയാണെങ്കിൽ ഇന്ന് നേരിട്ട സമാനമായ പ്രതിസന്ധി അവിടെ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് കാര്യക്ഷമമായി ഈ തെരച്ചിൽ നടത്താനാവുക എന്നൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. അത്തരം സാങ്കേതിക ഉപകരണങ്ങൾ കൂടുതലായി എത്തിക്കേണ്ടതുണ്ടോ? അതിനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ സാങ്കേതിക ഉപകരണങ്ങൾ എത്തിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ്. ഈ നദിയിലെ അടിയൊഴുക്ക് എങ്ങനെ കളയാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകളാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആ മേഖലയിൽ ഇന്നലെ മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ ബൂം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ച ആ മണ്ണ്, നദിയിലേക്ക് പതിച്ചു കിടക്കുന്ന മണ്ണ്, നമ്മളിപ്പോൾ ഈ ലോഹ പാർട്ടുകളൊക്കെ ഡിറ്റക്ട് ചെയ്ത ആ മേഖലയിലുള്ള മണ്ണ് താഴെ ഭാഗത്തു നിന്ന് തന്നെ ഇളക്കി മാറ്റുന്ന സാഹചര്യമുണ്ട്. ചില ഇടങ്ങളിലേക്ക് പ്രത്യേക പാത്തുകൾ ക്രിയേറ്റ് ചെയ്ത മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം താഴേക്ക് ഒഴുക്കിവിടാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ യന്ത്ര സാമഗ്രികൾ കൊണ്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, വിനീത ചോദിച്ചതുപോലെ ഒരു ചെക്ക് ഡാം തീർക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ട കാഴ്ചയിൽ അത്രത്തോളം മനുഷ്യാധ്വാനം വേണ്ട, അല്ലെങ്കിൽ അത്ര കണ്ട് എളുപ്പമല്ലാത്ത രീതിയിൽ ഉള്ള ഒരു മേഖലയാണ് ഈ ഗംഗാവലിയിലെ ഷിരൂർ ആ മേഖല എന്ന് പറയുന്നത്. ഈ അപകടം നടന്ന പ്രദേശം എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ദേശീയപാതയുടെ വീതിയേക്കാൾ അധികമായിട്ട് അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം പരപ്പിലാണ് ഈ ഗംഗാവലി ഒഴുകിപ്പോകുന്നത്. അതിൻ്റെ കുത്തൊഴുക്കെന്ന് പറയുന്നത് അത്രത്തോളമാണ്. പല വനാന്തരങ്ങളിലൂടെ കടന്നു വരുന്ന നദിയാണ്. അത് കടലിലേക്ക് പതിക്കാൻ ഏതാണ്ട് 8-10 കിലോമീറ്റർ മാത്രം ദൂരമുള്ളിടത്ത് നിന്നാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. അവിടേക്ക് എത്തുമ്പോൾ ആ നദിയുടെ ഒഴുക്കിൻ്റെ ശക്തി എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ഊഹിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതുമാത്രവുമല്ല, ഈ അപകടം നടന്ന സ്ഥലത്തെ ഗംഗാവലിയുടെ ഒരു ഗതി എന്ന് പറയുന്നത് ആ മേഖലയിലേക്ക് എത്തിയതിന് ശേഷം അല്പം വളഞ്ഞു പോകുന്ന ഇടമാണ്. അതായത് അത്രയും സമയം നേരെ ഒഴുകി വന്ന ആ ഒരു വളവിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒഴുക്കിൻ്റെ തോത് കൂടുമെന്നുള്ളതാണ്. ആ സമയത്ത് അവിടെ അടിയൊഴുക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ മണ്ണിടിച്ചിലുണ്ടായതിന് പിന്നാലെ ആ നദിയുടെ നടുവിലേക്ക്, നേരത്തെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയും ഞാൻ പലതവണയൊക്കെ പറയുകയും ചെയ്ത കാര്യം തന്നെയാണ്, മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാഭാവിക ഒഴുക്കിനെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രദേശത്ത് മണ്ണ് നീക്കം ഏതെങ്കിലും തരത്തിൽ സാധ്യമാകുമോ എന്നുള്ളതാണ്. അങ്ങനെ ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് അവിടെ ഒരു മണ്ണ് നീക്കം സാധ്യമാകുമോ എന്നുള്ള ആലോചനകൾ ഒരു പക്ഷേ നടന്നേക്കാനുള്ള സാധ്യതയുണ്ട്. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ ഉൾപ്പെടെ കൊണ്ടുവന്ന് അങ്ങനെ മണ്ണ് നീക്കിയതിന് ശേഷം അവിടുത്തെ ഒരു സ്വാഭാവിക ഒഴുക്ക് നിലനിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ പരിശോധനകൾ പൂർണ്ണമായും നടത്താൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം പോകുമോ, സർക്കാർ പോകുമോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ സേനാ വിഭാഗങ്ങൾ ഇത്തരം ആവശ്യം മുന്നോട്ട് വയ്ക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വിശദീകരണം ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.